അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഭൂമിയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, അപൂർവ ജീവിയാണ്. ഇല്ല, ഞാനല്ലാതെ വേറെ ആരും ഇല്ല. വേറെ ആരും ഇല്ല, എനിക്ക് തോന്നിയത്. എന്റെ ദൈവമേ, നടത്തപ്പുലിവാലി. ഞാൻ ജപിക്കുന്നതും കാലനിയാണ്. കള്ളിയാങ്കോട് നീലി ജപിക്കുന്ന കാലനിയാണ്. ഇതിപ്പോ കല്യാണമായിട്ട് നീല ഇതാണ് സംഭവം. കുടിക്കാൻ പനയിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ പനങ്കള്ള് കിട്ടാത്തോണ്ട് തേങ്ങ കുടിച്ച് ആസ്വദിക്കുവാണ്. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? നീലായിട്ട് എപ്പോഴാണ് മാറുന്നത്? അത് ഒരു അപൂർവ സമയത്തില് കറക്റ്റാണല്ലേ? കടമുറ്റത്തച്ഛന്റെയും കല്യാങ്കോട് നീലിയൊക്കെ ആയിട്ട് എനിക്ക് എന്റെ അമ്മയുടെ അച്ഛൻ, ഞങ്ങൾ ആലുമൂട്ടിൽ ചവന്നാമ്മാരെന്ന് പറയും. అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి వెరీ నైస్ దొట్టపెట్ట శ్రీనివాస అల్లరి నాగేంద్ര ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പാരമ്പര്യത്തില് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഞാനേ ഉള്ളൂ. ശരിക്കും അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ തേങ്ങയിൽ നിന്ന് താങ്കളുടെ ശത്രുദോഷത്തെ എല്ലാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. ഇനി ഈ തേങ്ങ താങ്കൾ തന്നെ ഇവിടെ വെച്ച് പൊട്ടിക്കണം. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. പൊട്ടിക്കട്ടെ. അപ്പൊ ഞാനിത് പൊട്ടിക്കാൻ പോണേ. പൊട്ടിക്കും. അത്ഭുതങ്ങൾ പൊട്ടിക്കും. ഞാൻ അത്ഭുതം. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. വെട്ടിക്കോ. വെട്ടിക്കോ. അയ്യോ ചോരയോ? വെട്ടോ. അയ്യോ ചോര. വല്ലാത്തൊരു സ്ഥിതി തന്നെ. ഓരോരോ തട്ടിപ്പുകളെ. അപ്പൊ ഇന്നത്തേക്ക് കട അടച്ചു അല്ലേ? പിന്നെ ഇപ്പൊ ആർക്കും പ്രവേശനമില്ല. ഇനി ആർക്കും പ്രവേശനം. ഇനി ഞാൻ എന്റെ രൂപത്തിലേക്കൊക്കെ ഒന്ന് മാറും. കുറച്ച് മുമ്പ് നടന്ന വല്ല ഓർമ്മയുണ്ടോ? അല്ല, അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല. തുള്ളി അങ്ങോട്ട് ഇല്ല, അത് നമുക്ക് പിടുത്തം കഴിയില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാന് ആക്ച്വലി ഒരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് സാമൂഹ്യമായിട്ട് ഒരുപാട് പിന്നെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ മാനസിക രോഗം, എത്രയോ പേരെ മാനസിക രോഗം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. വത്സന് നമ്മെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും, അറിയും. മെന്റലി അത് സ്വാമിയുടെ മാറ്റാനും പറ്റുന്നില്ല. അല്ല, എനിക്ക് മാനസിക രോഗം ഉണ്ടോ? അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.